ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന ഡിഷാണ് റാഹോത്തെ ബിരിയാണി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചിക്കനിലേക്ക് 1 സ്പൂണ് മുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ടിട്ടാണ് കുഴച്ച് തൈര് ഒഴിച്ചിട്ട് കുഴച്ച് വെക്കാം. പരക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു മിനിമം ഒരു അരമണിക്കൂർ വരെ വെച്ച് അത്രയും നല്ലത്. വെല്ലുള്ളി 4 എണ്ണം വേണം. കുഞ്ഞുള്ളി ഇത്ര തന്നെയാണ്. പച്ചമുളക് ഒരു 5-6 എണ്ണം വേണം. ഇത് നടുക്കുന്ന കീറിയതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചപ്പ്, പുതിന ചപ്പ്, 4 തക്കാളി വേണം. ഉള്ളി പോലെ തന്നെ തക്കാളി വേണം. കുക്കർ വെക്കുക, അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനെ പൊരിഞ്ഞ് വരണം. അങ്ങനെ ഓവറായിട്ട് പൊരിയണ്ട, ഒരു ഇളക്കി നമ്മൾ മുളക് എടുത്ത് മാറ്റി വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഏകദേശം പച്ചമുളക് ഇതേപോലെ ആയി വന്നാൽ ഒരു കൈപ്പൊടി, ഈ ഒരു കൈപ്പൊടി, ഒരു കൈപ്പൊടി പുതിന ചപ്പ്, ഒരു കൈപ്പൊടി മല്ലിച്ചപ്പ് എല്ലാം നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഉള്ളിയിടാം. ഉള്ളിയാണ് 4 ഉള്ളി, ഇതിൽ കുഞ്ഞുള്ളി ഇടാം. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉപ്പിടാം. ഞാൻ നേരത്തെ മുറിച്ച് വെച്ച് ഉള്ളിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഉള്ളി തന്നെ ഇടണം ഫുള്ള്, എന്നാലും ഇത് ടേസ്റ്റ് ഉണ്ടാവും. ഇത് മിനിമം ഒരു കിലോന് ചോറെല്ലാം വെക്കുന്നതിന് കണക്കാണ് ഈ അളവ്. ഇത്ര തന്നെ എല്ലാം ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും കുറക്കാൻ പാടില്ല നിങ്ങൾ. ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. നല്ലോണം വഴറ്റിയിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും പുതിന ചപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടാമത് ഇടാൻ പറയാൻ മറച്ചു. അത് നേരത്തെ വീട്ടിൽ തക്കാളി വേണം. തക്കാളി നല്ലോണം വഴറ്റി വാടട്ടെ. ഇതിലേക്ക് 1 സ്പൂണ് മുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞളുടെ പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല. നല്ലോണം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ നമ്മൾ പെരക്കി വെച്ച ചിക്കനാണിത്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കണം. നമുക്കിത് നല്ലോണം ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടോയെന്നറിയില്ല, ഞാൻ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൽ കുറേ തെറ്റുകളെല്ലാം ഉണ്ടാവും, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ഇനി ഇത് നല്ലോണം ഇന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒരു കുറച്ച് നേരം ചെറിയ തീയിൽ ചിക്കനൊന്ന് വേട്ടിയത്. ഇതിൽ തന്നെ ഉണ്ടാകും. നല്ല തുളുതുളാന്ന് അതിൻ്റെ വെള്ളം വരുന്നുണ്ടാകും. ഇങ്ങനെ ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് വേണം. ചെറുനാരങ്ങൻ്റെ നീര് വേണം. അത് 1 തന്നെ വേണം. എൻ്റെ അടുത്ത് ഇത് ചെറിയ ചെറുനാരങ്ങ, അപ്പോൾ ഇത് 1 തന്നെ വേണം. വലുതാണെങ്കിൽ 1ൻ്റെ പോയിട്ട് മതിയേ. തൈരെല്ലാം ഒഴിച്ച് നല്ലോണം ഇളക്കി വെച്ച് നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ മല്ലിച്ചപ്പ് പുതിന ചപ്പ്. ഇതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ പേര് തന്നെ റാഹോത്ത് ബിരിയാണിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് കുഞ്ഞുള്ളി, മല്ലിച്ചപ്പ്, പുതിന ചപ്പ്. മെയിനായിട്ട് വേണ്ടത് ഈ ബിരിയാണിക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിപ്പിച്ചു. എല്ലാവരും വിചാരിക്കും കുറേ പുതിനെല്ലാം ഇട്ടിട്ട് ഇതെങ്ങനെ തിന്നാണ്. പക്ഷെ ഇത് തിന്ന് നോക്കാം. കൂടുതൽ നെയ്യൊന്നുമില്ല. നല്ല വെള്ളം തിളപ്പിച്ച് വെച്ചിന് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. തിളച്ച് വന്ന് അതിന് ആവശ്യത്തിന് കുറച്ച് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക. ഇരുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യണ്ട. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കും. ഇത് നല്ലോണം ഒന്ന് പതച്ചാലും നമുക്ക് കുക്കറിന് മൂടിയിട്ടിട്ട് ഒരു 25 മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം. ഈ 25 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കി വെക്കാം. ഒരു 25 മിനിറ്റ് തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തന്നെ ഓഫാക്കിയിട്ടും വെക്കണം. എനിക്കത് തുറന്നു നോക്കാൻ പാടില്ല, എന്നാലും നല്ലോണം ആവും. പിന്നെ ചില ആളെല്ലാം ചെമ്പി ചെയ്യും. ചെമ്പി ചെയ്യാൻ എനിക്ക് കുക്കറിൽ ചെയ്യാനാണ് അറിയാൻ. ചോറെല്ലാം ബിരിയാണി നെയ്ച്ചോറെല്ലാം വെക്കാൻ അറിയാം. നമുക്ക് അങ്ങനെ ചെമ്പിൽ ചെയ്യാനങ്ങനെ അറിയില്ല, കുറവാണ്. നമ്മൾ കുക്കറിൽ തന്നെ വെക്കും. എല്ലാവരും ലെവൽ പോലെ ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി സാധനമാണ്. നമ്മളെ ബിരിയാണി ഇതാ ഇവിടെ സെറ്റായിരിക്കുകയാണ്. കുറച്ച് തൈര്, അച്ചാറ്. ഇന്നത്തെ നമ്മളെ നോമ്പാറുണ്ട് ഫുഡുകൾ ഇതെല്ലാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.